മുഅ്മിനീങ്ങൾ ഒരു ഈമാനുള്ള യഥാർത്ഥ വ്യക്തിയാവണമെങ്കിൽ എല്ലാ സ്ഥലത്തും മുഅ്മിനാവണം, എല്ലാ ഭാഗത്തും മുസ്ലിം ആവണം. അതെന്താണ് അങ്ങനെ? ഒരു ഉദാഹരണം പറയാം. മരിച്ച വീട്ടിൽ നമ്മുടെ ഒതുക്കവും നമ്മുടെ അടക്കവും നമ്മുടെ സൈലന്റും എത്രത്തോളം നമ്മൾ അടങ്ങി ഒതുങ്ങി അതുവരെ തൊപ്പിയിടാത്ത മനുഷ്യൻ മരണ വീട്ടിലേക്ക് പോകുമ്പോൾ തൊപ്പിയിട്ട് പോകുന്നു. അതുവരെ നെരിയാണിയുടെ താഴേക്ക് പാൻസും തുണിയും ഇറക്കിയ മനുഷ്യൻ മരണ വീട്ടിലെത്തുമ്പോൾ അതൊക്കെ ഒന്ന് കയറ്റിയെടുക്കുന്നു. അതുവരെ മൊബൈലിൽ ചാറ്റ് ചെയ്തിരുന്ന ആരോടൊക്കെയോ ഫോണിൽ ഒച്ചത്തിൽ സംസാരിച്ചിരുന്ന വ്യക്തി മയ്യത്ത് ജനാസ കൊണ്ടുവരുന്നത് കാണുമ്പോൾ അവന്റെ ചാറ്റിംഗ് നിർത്തിവെക്കുന്നു. അവന്റെ ഒച്ചത്തിലുള്ള സംസാരവും ഒച്ചത്തിലുള്ള ചിരിയും എല്ലാം അടക്കി വെക്കുന്നു. പെണ്ണുങ്ങളാണെങ്കിൽ, സഹോദരിമാരാണെങ്കിൽ മരണ വീട്ടിലേക്ക് പോകുമ്പോൾ അവർ തലമറക്കുന്നു. അത് ഒതുക്കത്തോടുകൂടി അവർ പോകുന്നു. ഇവിടെ ഒരു യഥാർത്ഥ മുഅ്മിനിന്റെ കോലത്തിലാണ് നമ്മൾ പോയത്. എന്നാൽ ആ മരണ വീട്ടിൽ നിന്നും 1-2 ആഴ്ച കഴിഞ്ഞ് നമ്മൾ കല്യാണപ്പുരയിലേക്ക് പോയാൽ നേരത്തെ മരണ വീട്ടിൽ നമ്മൾ കാണിച്ച ഒതുക്കവും അടക്കവും ദീനിന്റെ ചിഹ്നങ്ങളാകുന്ന തൊപ്പിയും ഷാളും തട്ടവും എത്ര പേരിലാണ് ഉള്ളത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അവിടെ കൂത്താട്ടങ്ങളും ഒച്ചപ്പാടുകളും ചിരിയും ബഹളവും എല്ലാം കൊണ്ട് ആ രംഗം ഒന്ന് മാറും. അവിടെ നമ്മൾ മുസ്ലിമായില്ല. മരണ വീട്ടിൽ മുസ്ലിമായ നമ്മൾ കല്യാണപ്പരയിൽ എത്തിയപ്പോഴേക്കും ഇസ്ലാമിനെ മാറ്റിവെച്ചിട്ടാണ് കയറിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ ദീനിൽ അടിയുറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ പാർട്ട് ടൈം മുസ്ലിമായിട്ട് നിങ്ങൾ ആരും ഇസ്ലാമിനെ വേണ്ട. നിങ്ങൾ മുസ്ലിം ആവുകയാണെങ്കിൽ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പൂർണ്ണമായി ഇങ്ങോട്ട് വരണം. അല്ലാതെ അല്പം അവിടെ അല്പം ഇവിടെ, അതിപ്പോ എങ്ങനെ അംഗീകരിക്കാൻ കഴിയുക? കുറച്ചൊക്കെ നമ്മളൊന്ന് അരിഞ്ഞു കൊടുക്കണ്ടേ എന്ന നിലപാട് പറ്റില്ല. ദീനിന്റെ നിലപാട് നമ്മൾ എത്ര വർഷമായി ഇപ്പൊ ഫർദ് നിസ്കരിക്കാൻ തുടങ്ങിയിട്ട്? ആ ഫർദ് നിസ്കാരത്തിൽ നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ നിസ്കാരം തുടങ്ങിയിട്ട് എല്ലാ ഫർദ് നിസ്കാരത്തിലും ഫാത്തിഹയാണ് ഓതാറുള്ളത്. ഇത് വെറൈറ്റി ആവട്ടെ എന്ന് കരുതി ആരെങ്കിലും ഫാത്തിഹയ്ക്ക് പകരം ഖുൽ ഹുവല്ലാഹു തോന്നുന്നില്ലല്ലോ. അതെന്താ? അത് അത്രയും ഗൗരവമാണെന്ന് നമുക്കറിയാം. അത് അത്രയും ഗൗരവമാണെന്ന് നമുക്കറിയാം. അത്തഹിയാത്തിന്റെ പകരം അവിടെ വേറെ എന്തെങ്കിലും ചൊല്ലിയാൽ മതിയല്ലോ എന്ന് ആരെങ്കിലും തീരുമാനമെടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. കാരണം എന്താ? അത് നിർബന്ധമാണെന്ന് നമുക്ക്. പിന്നെ എന്തുകൊണ്ടാണ് ഇതുവരെ തലമറച്ചിരുന്ന ഒരു സഹോദരി, അല്ലെങ്കിൽ അതുവരെ തലയിൽ തൊപ്പിവെച്ചൊരു മനുഷ്യൻ ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടമെത്തുമ്പോഴേക്കും ആ തലയിൽ നിന്നും ഇനി ഒരു വെറൈറ്റി ആവട്ടെ, ഇനി തലമറക്കുന്നു വേണ്ട എന്ന രൂപത്തിൽ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ഏതൊരു മുസ്ലിമായ മനുഷ്യനോടും എത്രത്തോളം ചാലിൽ കള്ള് കുടിച്ച് വീണ് കിടക്കുന്ന, കള്ള് കുടിച്ച് മൊത്തായി വീണ് കിടക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ ഇങ്ങനെ തട്ടി ശരീരത്തിലൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നിങ്ങനെ ബോധം തെളിഞ്ഞ് ആ മനുഷ്യനോടൊന്ന് ചോദിച്ചു നോക്കി, എനിക്ക് സ്വർഗത്തേക്കാ നരകത്തേക്കാ പോകണ്ടേ എന്ന് ചോദിച്ചാൽ അദ്ദേഹം അങ്ങനെ പറയുന്നത് സ്വർഗത്തേക്കാണ് പോകേണ്ടത്. ഒരാളും പറയില്ല എനിക്ക് നരകം വേണം. ലോകത്ത് ഒരു ഉസ്താദിനോടും എനിക്കറിയില്ല ഒരാളോടും ദുആവസിയത്ത് ചെയ്തിട്ടില്ല, ഉസ്താദെ നരകം കിട്ടാൻ വരക്കണം എന്ന് ആരും ദുആവസിയത്ത് ചെയ്യിപ്പിക്കുകയില്ല.
മരിക്കുമ്പോ ഒന്ന് ഈമാൻ നഷ്ടപ്പെട്ട് മരിച്ചു കിട്ടണം. അങ്ങനെ ആരും വായിപ്പിക്കലില്ല. നമ്മുടെ മനസ്സിലൊക്കെ ഉള്ള ആഗ്രഹം എന്താ? ഈമാൻ കിട്ടണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ മരിച്ചു ചെന്നിട്ട് സ്വർഗം കിട്ടണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. എന്നാൽ നമ്മളിൽ പലരും ആഗ്രഹം മാത്രമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ പേടിക്കണം. തെറ്റുകളെ മഹാന്മാരിങ്ങനെ പരിചയപ്പെടുത്തിയപ്പോ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഒരു കിതാബ് തന്നെയുണ്ട്, കിതാബുൽ കബായിർ. വൻദോഷങ്ങളെ പറ്റി പറയുന്ന കിതാബാണ്. തെറ്റുകൾ, ഇത് തെറ്റാണ്, ഇത് വൻദോഷാണ്, ഇത് വൻദോഷാണ്, അങ്ങനെ ഓരോ വൻദോഷങ്ങളെ പറ്റി പറയാൻ വേണ്ടി മാത്രം ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്. തെറ്റുകളെ കൂട്ടത്തിൽ മഹാന്മാര് പറഞ്ഞൊരു തെറ്റെന്താണെന്നറിയാം? മഹാനായ മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു അൻഹു വലിയ കുത്തുബാണ്. മഹാനവറുകൾ പറയുന്നത് കാണാം, ഒരു നന്മക്കും ഈ മനുഷ്യനെ കിട്ടൂല, ഒരു നന്മക്കും ഇയാളെ കിട്ടൂല. നിസ്കാരം സൗകര്യം ഉണ്ടെങ്കിലൊക്കെ ഞാൻ നിസ്കരിക്കും, തീരെ നിസ്കരിക്കാതെ ഇരിക്കൊന്നുമില്ല. അങ്ങനെ പാർക്കെങ്കിലും കഴിയും. പക്ഷെ സൗകര്യം ഉണ്ടെങ്കിലൊക്കെ നിസ്കരിക്കും. അതെങ്ങനെയാ? നിസ്കരിക്കാനുള്ള സാഹചര്യവും സമയവും സാഹചര്യവും ഒക്കെ ഒത്തുവന്ന നിസ്കരിക്കാം. സാഹചര്യം പ്രതികൂലമാണെങ്കിൽ നിസ്കാരമില്ല. കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണ്, പുതുമണവാട്ടിയായി ചമഞ്ഞിരിക്കുന്നു. ഇനി ആ പെണ്ണിന് ദുഹറും അസറും മഗ്‌രിബൊന്നുമില്ല. കാരണം വെള്ളം തട്ടിയാൽ മേക്കപ്പ് ഇളകും. അതുകൊണ്ട് ഇനി ദുഹറില്ല, അസറില്ല. ഇസ്ലാമിനെ പണയപ്പെടുത്തി ഇസ്ലാമിനെ ഒഴിവാക്കിയിട്ടാണ് പുതുമണവാളന്റെ കയ്യും പിടിച്ചിട്ട് പോകുന്നത്. ഇതൊരു പെണ്ണിന്റെ ഉദാഹരണമാണ്. എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊരു യാത്ര നടത്തുന്നു. നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ ഉണ്ടായ ഒരു ചർച്ച, നമുക്കൊരു യാത്ര പോകണ്ടേ, ഒരു ടൂർ പോകണ്ടേ, ഒന്ന് ഊട്ടിയിൽ പോയി വരില്ലേ, അല്ലെങ്കിൽ ഒന്ന് കൊടൈക്കനാലിൽ പോയി വരില്ലേ? എല്ലാവരും കൈവക്കി, ആ ആയിക്കോട്ടെ, നമുക്കൊരു ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തു. ആ യാത്ര അവരാരംഭിക്കുകയാണ്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹദാ എന്ന ദിക്റൊക്കെ ചൊല്ലി മനോഹരമായി അവർ യാത്ര തുടങ്ങി. ആ യാത്രയിൽ മുഴുവൻ നിസ്കാരവും കറക്റ്റ് നിസ്കരിച്ച ഒരാളുണ്ടാവോ? എന്നോട് ഇപ്പുറത്തൊരു സുഹൃത്ത് പറഞ്ഞു, ഇപ്പടുത്തൊരു വലിയൊരു യാത്ര നടന്നു. സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. വലിയൊരു യാത്രയാണ്. അദ്ദേഹത്തിന് ഏകദേശം ഒരു 10-65 വയസ്സായിട്ടുണ്ടാവും. തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യനാണ്. എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിക്കും. അപ്പൊ ഫർദ് എന്തായാലും നിസ്കരിക്കുന്ന ഉറപ്പായി. അങ്ങനെ ഈ മനുഷ്യൻ ആ ഒരു വലിയ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോ അദ്ദേഹം യാത്രയുടെ മദ്ഹ് ഇങ്ങനെ പറയാൻ തുടങ്ങി. വല്ലാത്തൊരു യാത്ര, ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യുന്ന യാത്രയായിരിക്കും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. ഞാൻ മുഴുവനും കേട്ടു. ഞാൻ പറഞ്ഞു, അല്ല നമ്മളിപ്പോ നിസ്കാരത്തെ എന്താ കാട്ടി? നിസ്കാരം അതിപ്പോ നോക്കിയാലേ യാത്ര നടക്കൂല. നിസ്കാരം അതിപ്പോ നോക്കിയാലേ യാത്ര നടക്കൂല. എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യൻ ഒരു യാത്ര മുമ്പിൽ വന്നപ്പോൾ ഇബ്ലീസ് മുതലാക്കി. അപ്പൊ സ്വർഗം വേണോ? സ്വർഗം വേണം. എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യം സ്വർഗാണ്. എന്താ നമ്മൾ ആഗ്രഹം? വെറുതെ കിട്ടണം. പുതിയ കാലത്ത് പൈസ ഉണ്ടാക്കണം, അധ്വാനിക്കാനൊന്നും റെഡിയില്ല, പൈസ കയ്യിലെത്തണം എന്നതുപോലെ സ്വർഗം കിട്ടണം. നേരത്തെ നീച്ചോ? നമസ്കരിക്കോ? നേരല്ല. ആലോചിച്ച് നോക്ക്. തെറ്റുകൾ ഇങ്ങനെ പരിചയപ്പെടുത്തിയിട്ട് മഹാനായ മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമല് ചെയ്യാതെ, നന്മ ചെയ്യാതെ പടച്ചവനെ സ്വർഗം തരണേ അല്ലാഹ് എന്ന ദ്വാരക്കൽ ഫഹുവ മിനദ്, ദോഷത്തിൽപ്പെട്ട കാര്യമാണ്.
തെറ്റിൽപ്പെട്ട ഒരു കാര്യമാണ് ഒരു സാധനം ചെയ്യാതെ നിസ്കാരമൊക്കെ അതിന്റെ സൗകര്യം പോലെ ഇങ്ങനെ നിസ്കരിക്കുക, അങ്ങനത്തെ രായകുയമ്പൻ നിലപാടിൽ ഇങ്ങനെ പോവുക. എന്നിട്ട് പഠിച്ചവനെ സ്വർഗം തരണേ അല്ലാഹ്, ജന്നാത്തുൽ ഫിർദൗസ് തന്നെ തരണേ അല്ലാഹ്, റസൂലുള്ളാഹിന്റെ കൂടെ ശഫാഅത്ത് തരണേ അല്ലാഹ് എന്നൊക്കെ ദ്വാരക്ക തെറ്റാണ് എന്നാണ് മാറൂഫുൽ ഖാഹിർ റളിയല്ലാഹു അൻഹു പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര ഗൗരവമാണ് ഈ വിഷയം. എങ്കിൽ സ്വർഗം എത്രയാണ്, എങ്ങനെയാ പറഞ്ഞതിലെ നമ്മുടെ കാലിന്റെ വാറിനും ചെരുപ്പിന്റെ വാറിനും അത്രയും അടുത്ത് നിൽക്കുകയാണ് നമ്മുടെ സ്വർഗം. ചെരുപ്പും ചെരുപ്പിന്റെ വാറും അല്ലെങ്കിൽ അതിൽ നമ്മുടെ കാലും മുകളിലുള്ള വാറും തമ്മിൽ എത്ര അടുപ്പമുണ്ടോ അത്രത്തോളം അടുത്ത് നിൽക്കുകയാണ് സ്വർഗം. എങ്ങനെങ്കിലും എന്റെ അടിമ ആ സ്വർഗത്തിലേക്കൊന്ന് കയറണം എന്ന് നമ്മളെക്കാൾ ആഗ്രഹിക്കുന്നവനാണ് രാജാവായ അല്ലാഹ്. പക്ഷെ വെറുതെ അങ്ങോട്ട് കയറ്റൂല, എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണം. അതല്ലേ മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു, അവർക്കല്ലേ സ്വർഗത്ത് പോകേണ്ട ആൾക്കാര്. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ഇശാഅത്ത് നിസ്കരിച്ച് പിന്നെ സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചു. മുത്തലക്കം നിലക്ക് സുന്നത്ത് നിസ്കാരമുണ്ട്, അതിന് ഞാൻ നിസ്കരിക്കുന്നു എന്നുള്ള നിയ്യത്ത് മതി, അത് എത്ര റക്അത്ത് നിസ്കരിക്കാമെന്നാണ്. അങ്ങനെ മഹാനവറുകൾ രാത്രി നിസ്കാരത്തിലേക്ക് കടക്കുക. ഇശാവൊക്കെ നിസ്കരിച്ചിട്ട് മഹാനവറുകൾ അങ്ങോട്ട് കൈകെട്ടി ഫാത്തിഹ ഓതി പരിശുദ്ധ ഖുർആൻ ഒരു തലക്കന്ന് ഇങ്ങനെ ഓതി ഓതി വന്നു. ഓരോ ആയത്തും അതിന്റെ അർത്ഥങ്ങളൊക്കെ ചിന്തിച്ച് സ്വർഗം വരുമ്പോൾ അവിടെ അങ്ങനെ ആനന്ദിക്കും, അതിനുള്ള റിപ്ലൈ കൊടുക്കും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും എന്നൊക്കെ പറഞ്ഞ് നരകം വരുമ്പോൾ അതിനെ തൊട്ട് അദാബന കാക്കുന്ന ആയത്തുകളൊക്കെ അങ്ങനെ ചൊല്ലി മഹാനവറുകൾ ഇങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആയത്തങ്ങോട്ട് ഓതി. ആ ആയത്തങ്ങോട്ട് ഓതേണ്ട താമസം മഹാനവറുകൾ അവിടെ സ്റ്റെക്കായി നിന്നുപോയി. അം ഹസിബല്ലദീന ഇജ്തറഹു സയ്യിആതി അൻ നജഅലഹും കല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. അല്ലാഹു തആല പറയുന്ന ഒരു ആയത്ത് മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ ഓതിയപ്പോൾ അടുത്ത ആയത്ത് ഓതാൻ നാവ് പൊന്തിയില്ല, അവിടെ സ്റ്റെക്കായി. അം ഹസിബല്ലദീന ഇജ്തറഹു സയ്യിആതി അൻ നജഅലഹും കല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. അർത്ഥം കൊണ്ട് ചിന്തിച്ചപ്പോൾ അവിടെ നിന്നുപോയി. ആ ആയത്ത് ഒന്നും കൂടെ മടക്കി ഓതി, ഒന്നും കൂടെ മടക്കി ഓതി, ആ ആയത്ത് പലതവണ ഓതി 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 ഹത്താ അസ്ബഹ. സുബഹി ബാങ്ക് കൊടുക്കാൻ വല്ലാക്ക വന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്താണ് ഈ ആയത്ത് ഓതി 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 കഴിയുന്നത്. ഒറ്റ ആയത്ത് മടക്കി 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 ഇശാ നിസ്കാരം കഴിഞ്ഞ് തുടങ്ങിയ സുന്നത്ത് നിസ്കാരം ഒരായത്ത് വന്നതിന്റെ പേരിൽ മടക്കി 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 ഓതി 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 മഹാനവറുകൾ ഈ ആയത്ത് നിർത്തുന്നത് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതാണ്. എന്താണ് ഇപ്പൊ ഇങ്ങനെ മടക്കി ഓതി അത്ഭുതപ്പെട്ട് നിൽക്കാൻ മാത്രം എന്താണ് ഈ ആയത്തിലുള്ളത്? അതിന്റെ അർത്ഥം നമ്മൾ ചിന്തിച്ചാൽ ചിലപ്പോൾ നമുക്ക് തോന്നും ഇത് മടക്കി ഓതാൻ മാത്രം വലിപ്പമുള്ള ആയത്താണ്. അല്ലാഹു തആല പറയാണ്, നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ എല്ലാ ഫിത്ന ഫസാദുകളും നടത്തി എല്ലാ തെറ്റുകളും ചെയ്ത് നടക്കുന്ന ആളുകൾ കരുതുന്നുണ്ടോ അന്നജഅലഹും കല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, അല്ലാഹുവിനെ പേടിച്ച് നല്ല നന്മകൾ ചെയ്ത് ഒരൊറ്റ നിസ്കാരം ഖളാ ആക്കാതെ കൃത്യമായി നിസ്കരിച്ച് നോമ്പെടുത്ത് ദിക്റും ഖുർആനും സലാത്തും സംഘടനാ പ്രവർത്തനങ്ങളും നല്ല നല്ല സാന്ത്വന പ്രവർത്തനങ്ങളും എല്ലാം ചെയ്ത് ഒരാൾക്ക് പോലും പേരുദോഷം ഉണ്ടാക്കാതെ നല്ല മട്ടത്തിൽ ജീവിച്ച ആളുകളെ കൂട്ടത്തിലേക്ക് തെറ്റ് ചെയ്ത ആൾക്കാരെ കൂട്ടിവെക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം.
ഒന്നുകൂടെ അതിന്റെ അർത്ഥം ആലോചിച്ച് നോക്കൂ. നമ്മളൊരു വലിയ ക്യൂവിലാണ്, വലിയ ക്യൂവാണ്, ഇലക്ഷന്റെ ക്യൂവാണ്. ആ ക്യൂ ഇങ്ങനെ നിൽക്കുമ്പോ നമുക്ക് പോയിക്കൊണ്ട് വേഗം അടിയിൽ കയറിയിട്ട് വോട്ട് ചെയ്യാൻ പറ്റൂല. വാക്കിലും നോളയെന്ന് പറയും. അതിങ്ങനെ ചിന്തിക്കണം. സ്വർഗത്തിലേക്കുള്ള വരി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സ്വർഗത്തിലേക്ക് ഇങ്ങനെ കൂട്ടം കൂട്ടായിട്ട് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വരും. ആ കൂട്ടത്തിലേക്ക് മെല്ലെ അങ്ങോട്ട് കയറാൻ പറ്റും എന്ന് ആരും ചിന്തിക്കരുത്. കാരണം എന്താ? ആദ്യം എല്ലാവരും ഒറ്റ കൂട്ടായിട്ടാണ് ഉണ്ടാവുക. ഉമ്മയും ബാപ്പയും ആങ്ങളയും പെങ്ങളും ഭാര്യയും ഭർത്താവും ഉസ്താദും ശിഷ്യനും ചില വീട്ടുകാരും മുത്താലിമീങ്ങളും എല്ലാവരും ഒറ്റ പ്രസ്ഥാനത്തിന്റെ അഹലുകാരായിട്ടാണ് ഉണ്ടാവുക. പിന്നെയാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം, ഇനി ഒന്ന് മാറി നിൽക്കൂ. തെറ്റ് ചെയ്ത സ്വർഗത്തിലേക്ക് അർഹരല്ലാത്ത ആളുകളൊക്കെ ഒന്ന് മാറി നിൽക്കൂ. അപ്പോഴാണ് പല ആളുകളും സെപ്പറേറ്റ് ആവും, കയ്യൊക്കെ ഇങ്ങനെ വിട്ടുന്ന രണ്ട് ടീമായി മാറും. സ്വർഗത്തിലേക്ക് കയറാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ആ സ്വർഗത്തിലേക്ക് നമുക്ക് കയറണ്ടേ? വെറുതെ കിട്ടും എന്ന് ആരും കരുതരുത്. നന്മ ചെയ്ത ആൾക്കാരെ കൂട്ടത്തിലേക്ക് തെറ്റ് ചെയ്ത ആൾക്കാരെ വെറുതെ ചേർത്തുമെന്ന് ഒരാളും കരുതണ്ട. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഒരു ഭാഗത്തു കൂടെ നടന്നു പോവുകയാണ്. പെട്ടെന്ന് മൂത്രമൊഴിക്കാൻ മുട്ടിപ്പോയി. അത്യാവശ്യമായി മലമൂത്ര വിസർജനത്തിന് അത്യാവശ്യം വന്നു. മഹാനവറുകൾ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടു, ഒരു ബാത്റൂമാണ്. അതിന്റെ ഉള്ളിലേക്ക് കയറി മലമൂത്ര വിസർജനം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അയാള് തടഞ്ഞു വെച്ചു. എന്താ കാര്യം? ഇവര് പറഞ്ഞു, പൈസ വേണം, പണം വേണം, മൂത്രമൊഴിച്ചതിന് പണം വേണം. മഹാനവറുകൾ അവിടെ ഇരുന്ന് കരഞ്ഞു. എന്തേ കാരണം? പടച്ചോനെ, ഇബ്ലീസിന്റെ കേന്ദ്രമായ, ശൈത്താനിന്റെ കേന്ദ്രമായ ഒരു നന്മയും ഇല്ലാത്ത ഈ ടോയ്ലറ്റിൽ ഒരു മലക്കും, ഒരു റഹ്മത്തിന്റെ മലക്കും സജ്ജനങ്ങളുടെ ആരിഫീങ്ങളുടെ ആത്മാവും കയറി വരാത്ത ബാത്റൂമിൽ കയറിയതിന്റെ പേരിൽ എനിക്ക് ക്യാഷ് കൊടുക്കണമെങ്കിൽ, എന്റെ കയ്യിൽ കോളുണ്ടാവണമെങ്കിൽ, അല്ലാഹുവിന്റെ ഹബീബ് കടക്കുന്ന സ്വർഗം, മുഴുവൻ സ്വാലിഹീങ്ങളും കടക്കുന്ന സ്വർഗം, സർവ്വ സിദ്ദീഖീങ്ങളും കടക്കുന്ന സ്വർഗം, ആ സ്വർഗത്തിലേക്ക് കോളില്ലാതെ കടക്കാൻ പറ്റുമോ? എന്ന ഒരു കാര്യം വെറുതെ കിട്ടുമെന്ന് ആരും വിചാരിക്കരുത്. അതെന്താ നമ്മൾ ചെയ്യേണ്ടത്? എത്ര കാര്യം നമ്മുടെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. ഇത് ചെയ്താൽ സ്വർഗം കിട്ടോ, ഇത് ചെയ്താൽ സ്വർഗം കിട്ടോ. അവിടുത്തെ ആ 23 വയസ്സുകൊണ്ട് നമുക്ക് മൊത്തം പഠിപ്പിച്ചു തന്നില്ലേ? നമുക്ക് പറയാൻ പറ്റുമോ? അതൊന്നും ഞങ്ങൾ അറിയില്ലല്ലോ. ഈ മലപ്പുറം ജില്ലയിൽ താമസിക്കുന്ന നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ. ഒന്നും പറയാൻ പറ്റൂല. കുല്ലമാ ഉൽഖിയ ഫീഹാ കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. നമ്മൾ ഇന്ന് ഓതുന്ന സൂറത്താണ് തബാറക. അതിലുണ്ടല്ലോ, മനുഷ്യന്മാരെങ്ങനെ നരകത്തിൽ ഇങ്ങനെ എറിയുമ്പോ നരകത്തിന്റെ കാവൽപടന്മാർ ഈ ആളുകളോട് ചോദിക്കും, അലം യഅതികും നദീർ, അല്ല നിങ്ങൾ ഈ ചെയ്തതൊന്നും തെറ്റാണെന്ന് പറഞ്ഞു തരാൻ ആ നാട്ടിൽ മൊലിയന്മാരും സ്ഥന്മാരും ഒന്നും ഇല്ലേനോ, മുസ്ലിങ്ങളൊന്നും ഇല്ലേനോ നമ്മളെ നാട്ടിൽ? എന്താ പറയാ? എന്തൊക്കെ പരിപാടിയാ! പിന്നെന്തേ? ഞങ്ങൾ അതൊക്കെ കോട്ടയം തീരുമാനിച്ചു. എത്ര നന്മകൾ നമുക്ക് ചെയ്യാൻ കഴിയും. സ്വർഗം ലഭിക്കാൻ നമുക്ക് ചിലതൊക്കെ ചെയ്യണം സഹോദരന്മാരെ, സഹോദരിമാരെ. അതിൽപ്പെട്ട ഒന്നാണ്
വളരെ സിമ്പിളായി നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം. റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന വളരെ മനോഹരമായ ഒരു ഹദീസുണ്ട്. മനോഹരം എന്ന് പറഞ്ഞാൽ എല്ലാം മനോഹരം തന്നെയാണ്. ഇതിന്റെ ശൈലി പ്രത്യേക ഒരു മനോഹരം. ഇമാം ബുഖാരി അടക്കം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മിശ്കാത്തിൽ ഹദീസ് ഉണ്ട്. എന്താ ഹദീസ് അറിയോ? സഹാബത്തിനെ അങ്ങനെ ഒരുമിച്ച് കൂടി വിധങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് രണ്ട് കാര്യം പറഞ്ഞുതരാം. ശരിക്കും ശ്രദ്ധിക്കണം. രണ്ട് കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ രണ്ട് കാര്യം ഒരാൾ ജീവിതത്തിൽ പതിവാക്കുന്നുണ്ടോ അവർക്ക് സ്വർഗം ലഭിക്കുമെന്ന് ഞാൻ സാക്ഷി നിൽക്കുന്നു. എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വർഗം ഉണ്ടെന്ന് ഞാൻ ഉറപ്പ് തരാം. നബിതങ്ങൾ ഉറപ്പെന്ന് ഇനി പേടിക്കണ്ട. കാരണം നബിതങ്ങളാണ് സ്വർഗത്തിലേക്ക് ആദ്യം കയറാറുള്ളത്. ആ നബിതങ്ങളാണ് സ്വർഗം ഉദ്ഘാടനം ചെയ്യാനുള്ളത്. സ്വർഗത്തിന്റെ ചാവി കൊടുക്കുന്ന നബിതങ്ങളുടെ കയ്യിലാണ്. ആ നബിതങ്ങൾ പറയണേ, ഇത് നിങ്ങൾ പതിവാക്കിയ നിങ്ങൾക്ക് സ്വർഗം ഉണ്ടെന്ന് ഞാൻ ഉറപ്പ് തരാം. ഇതിനെ ബേജാറാവുന്നു. സ്വഹാബത്തിന് അങ്ങനെ ഇൻട്രസ്റ്റ് ആയി. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, സംഭവം സ്വർഗം കിട്ടുന്ന കാര്യമാണെങ്കിലും ഇത് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറച്ചേ ഉള്ളൂ. സംഭവം സ്വർഗം കിട്ടുന്ന കാര്യമാണ്, പക്ഷേ ഇത് ചെയ്യുന്ന ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ. ന്യൂനപക്ഷം, വളരെ ന്യൂനപക്ഷം ആളുകൾ മാത്രമാണ് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. സഹാബത്തിന് ഇങ്ങോട്ട് ഊതി വർദ്ധിച്ചു. എന്താണ് നബി ആ രണ്ട് കാര്യം? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓരോ ഫർദ് നിസ്കാരത്തിന്റെ ശേഷം, ഫർദ് നിസ്കാരം കഴിഞ്ഞ് സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ നമ്മൾ ചൊല്ലി ദുആ ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പോവല്ലേ, ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു 10 തവണ സുബ്ഹാനല്ലാഹ്, 10 തവണ അൽഹംദുലില്ലാഹ്, 10 തവണ അല്ലാഹു അക്ബർ. എന്ന് പറഞ്ഞാൽ ഒരു ഫർദ് നിസ്കാരത്തിന്റെ ശേഷം 30 തവണ എല്ലാം കൂടി കൂട്ടിയിട്ട് ഓരോ നിസ്കാരത്തിന് ശേഷം 10 10 10 10. ഇത് എല്ലാം കൂടെ ഒറ്റക്ക് ചെല്ലാൻ പറ്റിയ രൂപമുണ്ട്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ 10 വട്ടം ചൊല്ലിയാൽ എല്ലാം കിട്ടി. ഇത് നമുക്ക് സിമ്പിളായി ചൊല്ലിക്കൂടെ? നമ്മൾ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് മടങ്ങിപ്പോയി ഈ പള്ളിക്കുന്ന ഉദാഹരണം പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ പോയി 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 ആ ഹൗസുങ്കര കഴിഞ്ഞ് ചെരുപ്പിടും പോത്തിന് 10 കഴിഞ്ഞുണ്ടാവും. എത്ര ആളുകൾ ഇത് ചൊല്ലാൻ തയ്യാറാണ്? നമുക്ക് ചൊല്ലണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇത് ചൊല്ലാൻ തയ്യാറാകുന്ന കൈബന്ധിക്ക് ആരൊക്കെ ചൊല്ലും? മാഷാ അല്ലാഹ്, അല്ലാഹു യുബാരിക് ഫീക്കും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ ചെയ്യണം, സ്വർഗം കിട്ടും. അല്ലാഹുമ്മ നമ്മള് വെറുതെ അസ്അലുക്കൽ ജന്ന എന്ന് പറഞ്ഞാൽ അള്ളാഹു സ്വർഗം തരുന്നില്ല. എന്തെങ്കിലും കാര്യം നമ്മൾ ചെയ്യണം. ഒന്നാമത് ഞാൻ പറഞ്ഞു. രണ്ടാമതൊരു കാര്യം എന്താണെന്നറിയോ നിങ്ങള്? അത് ഉമ്മമാരും ശ്രദ്ധിക്കണം, പുരുഷന്മാരും ശ്രദ്ധിക്കണം. എന്താണ്? ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മളൊക്കെ അല്ലെ ബെഡൊക്കെ ഇങ്ങനെ വിരിച്ച് നമ്മൾ ആ ഒതുവൊക്കെ എടുത്ത് നമ്മൾ ആ ബെഡിലേക്ക് ഇങ്ങനെ പോയിരിക്കുന്ന സമയത്ത് നമ്മൾ ആയത്തുൽ കുർസിയൊക്കെ ഓതി എല്ലാം ചൊല്ലി 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 34 അല്ലാഹു അക്ബർ ഇത് ചൊല്ലുക എന്നുള്ളതാണ്. വലിയ പ്രധാനപ്പെട്ട ദിക്റല്ലത്. ഈ രണ്ട് കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കുന്നുണ്ടോ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് ഞാൻ ഉറപ്പു തരുന്നു. ഷഫീഉനാ റസൂലുള്ളാഹ്. കാരണം എന്താണെന്നറിയോ? ഈ ദിക്ർ ഒരാൾ പതിവാക്കുകയാണെങ്കിൽ 5 വക്ത് നിസ്കാരം നിസ്കരിക്കുന്ന ഉറപ്പായി. കാരണം നിസ്കാരത്തിന്റെ ശേഷം ഫർള് എന്തായാലും നമ്മൾ നിസ്കരിച്ചു. ഈ ദിക്റൊക്കെ ചെല്ലുന്നവർക്ക് എങ്ങനെയാ സുന്നത്ത് നിസ്കരിക്കാതിരിക്കാൻ കഴിയുക? പ്രിയമുള്ള സഹോദരിമാരെ, 33 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ കിടക്കുന്ന സമയത്ത് ചൊല്ലിപ്പോരുന്ന പതിവുണ്ടെങ്കിൽ മഹദിയായ ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹാ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു പരാതി പറഞ്ഞു, നബിയേ എനിക്ക് അടുക്കള ജോലി വല്ലാത്തൊരു പ്രയാസമുണ്ട്, അതുകൊണ്ട് എനിക്കൊരു ഖാദിമത്തിന് വേണം.
ഒരു വേലക്കാരിയെ വേണം ഹെൽപ്പിന് വേണ്ടി, എന്നെക്കൊണ്ട് കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് അതിനെക്കാട്ടിലും നല്ലൊരു ഹാദിമത്തിനെ ഞാൻ തരാം. എന്താ നബി തങ്ങൾ പറഞ്ഞത്? എല്ലാ ദിവസവും കിടക്കുന്ന സമയത്ത് 33 വീതം സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ ചൊല്ലിക്കോളൂ. വലിയ ആഫിയത്തും ആരോഗ്യവും കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചു. ഇങ്ങനെ സ്വർഗം കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. രണ്ടാമത് സ്വർഗം കിട്ടുന്ന ഒരു വലിയ അമൽ ഒന്ന് നമ്മൾ പറഞ്ഞു, അത് നമ്മളെല്ലാവരും ചെയ്യുന്ന നിങ്ങൾ ഉറപ്പും തന്നു. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് പറയുന്നത്, മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ ഇടപെടുക. സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മാറ്റിയിട്ട് മറ്റുള്ളവന്റെ വേദന എന്റെതും കൂടി വേദനയാണ് എന്ന മുദ്രാവാക്യം കൂടെ നമ്മൾ വിളിക്കണം. അതിപ്പോ അവന്റെ പ്രശ്നമല്ലേ, ഞാൻ സേഫ് ആണല്ലോ, അങ്ങനല്ല. അവരുടെ വേദനയിൽ ഞാനും കൂടെ പങ്കെടുക്കണം, അവരുടെ സന്തോഷത്തിൽ ഞാനും പങ്കെടുക്കണം. ആ ഒരു ചിന്തയും സ്വഭാവവും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഇത് സ്വർഗം കിട്ടുന്ന വലിയ അമലാണ്. അതിൽ മുൻപന്തിയിൽ നിന്നൊരു വലിയ മഹാനായിരുന്നു ഈ മാസം നമ്മൾ അനുസ്മരിക്കാറുള്ള മഹാനായ ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു. റിഫാഇ ശൈഖിന്റെ അവരെ മദ്ഹുകൾ പറയുന്ന കിതാബുകൾ ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, നൂറുൽ അബ്സാർ എന്ന് പറയുന്ന കിതാബിൽ കാണാം, വകാന ഇദാ സമിഅ ബിമരീദിൻ ഫീ ഖറിയ, ഒരു നാട്ടിൽ രോഗിയുണ്ട് എന്ന് കേട്ടാൽ, റിഫാഇ ശൈഖ് ഒരു നാട്ടിൽ രോഗിയുണ്ട് എന്ന് കേട്ടാൽ വലൗ അലാ ബുഅദിൻ, അത് എത്ര ദൂരാണെങ്കിലും ശരി, കുറേ ദൂരേക്കാരം ചിലപ്പോൾ ഒരു രോഗിയുണ്ട് എന്ന് അറിയാം. ആ രോഗിയുണ്ട് എന്ന് കേട്ടാൽ മഹാനവറുകൾ അങ്ങോട്ട് പോകും, ആ രോഗിന്റെ അടുത്തേക്ക് പോകും. എന്നിട്ടോ യൗദുഹു, ആ രോഗിയെ സന്ദർശിക്കും. വയർജിഉ ബഅദ യൗമിൻ ഔ യൗമൈൻ, ചിലപ്പോ ദൂര സ്ഥലങ്ങൾക്കൊക്കെ പോയാൽ ആ രോഗിന്റെ അടുത്ത് 1-2 ദിവസമൊക്കെ കൂടിയിട്ടാണ് മഹാനവർ തിരിച്ചു വരിക. എന്തൊരു നല്ല സ്വഭാവമാണ്. രോഗസന്ദർശനം വലിയ പ്രതിഫലം കിട്ടുന്ന അമലാണ്. അതിനിപ്പോ രോഗികളെ നമ്മളിങ്ങനെ കണക്ക് കൊടുക്കുമ്പോ ക്യാൻസർ ഇല്ല, ട്യൂമർ ഇല്ല, കിഡ്നി ഇല്ല, കിഡ്നി പേഷ്യന്റ് ഇല്ല, ഇനിയിപ്പോ ആരെ ഞാൻ സന്ദർശിക്കാന്ന് ഇങ്ങനെ കണക്കൂട്ടി നിൽക്കണ്ട. രോഗി എന്ന് പറഞ്ഞാൽ ഒരാളെ കാലിൽ ഒരു മുള്ള് തറച്ചിരിക്കുന്നു, അയാളെ സന്ദർശിക്കാൻ പോയിട്ട്. ഒരാൾക്ക് ഒരു ചെങ്ങണ്ണ് രോഗം ബാധിച്ചു, ചെങ്ങണ്ണ് എന്ന് പറഞ്ഞാൽ അതൊരു വളരെ ചെറിയ രോഗമായിട്ടാണ് റസൂലുള്ളാഹി തങ്ങൾ എണ്ണിയത്. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. ഒരാൾക്ക് ചെങ്ങണ്ണ് ബാധിച്ചു എന്നാൽ ആളെ പോയി കാണുമ്പോൾ അവളുടെ അടുത്ത് പോയിട്ടിരിക്കണം, അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം. രോഗിയുടെ ദുആഇന് ഇജാബത്തുണ്ട്. നോക്കൂ നിങ്ങൾ റിഫാഇ ശൈഖിന്റെ സ്വഭാവം, രോഗിയുടെ വിഷയത്തിൽ ഇടപെട്ടു. മാത്രവുമല്ല വകാന യഖ്റുജു ഇല ത്വരീഖ്, മഹാനവറുകൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങും. എവിടുന്നല്ലോ? റോട്ടിലേക്ക്. റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് എന്തിനാ അവരിറങ്ങണത്? കണ്ണ് കാണാത്ത ആളുകൾ ചിലപ്പോ റോഡ് ക്രോസ് ചെയ്യാൻ അല്ലെങ്കിൽ റോട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ ഇവരുടെ കൈ പിടിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകും. എന്തൊരു നല്ല സ്വഭാവമാണ്, എന്തൊരു നല്ല സ്വഭാവമാണ്. ഇതേപോലെ നമ്മളൊന്ന് ജീവിച്ചു നോക്കൂ. മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുക. ഞങ്ങളൊക്കെ ഉസ്താദ് ഉണ്ടായിരുന്നു, ബഹുമാനപ്പെട്ട അഗത്തി ഉസ്താദ്, അല്ലാഹു അവർക്ക് ദറജയേറ്റി കൊടുക്കട്ടെ. അവരുടെ ഉപ്പ കുഞ്ഞിക്കോയ എന്ന് പറയുന്ന മഹാനവറുകൾ, അവരുടെ ഒരു സ്വഭാവം ഞാൻ ഉസ്താദിന്റെ സ്മരണികയിൽ വായിച്ചു. ഉസ്താദ് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയ ഹിദ്മ ചെയ്താൽ, ഹെൽപ്പ് ചെയ്തു കൊടുത്താൽ അയാളോട് പറയും, എന്താ പറയാന്നറിയോ? നാളെ നിങ്ങൾ ഇന്നെ ശഫാഅത്ത് ചെയ്യണം. നാളെ ഞാനിങ്ങനെ സിറാത്ത് പാലം കടക്കാൻ വേണ്ടി പ്രയാസപ്പെടുമ്പോ നിങ്ങൾ ഇനിയും കൊണ്ട് പോകട്ടാന്ന് പറയും. ഇതിന്റെ ഒന്നും കൂടെ വലിയൊരു രൂപമുണ്ട്. മഹത്തുക്കളുടെ സ്വഭാവത്തിൽ അത് കാണാൻ കഴിയും. എന്താ? നമ്മളിങ്ങനെ കുളിപ്പരയിലേക്ക് പോവുകയാണ്, കുളിക്കാൻ വേണ്ടി പോയി ബക്കറ്റിൽ ഒരു ഉറുമ്പ് വീണ്, ഇങ്ങനെ ബക്കറ്റിൽ വെള്ളത്തിൽ ഉറുമ്പ് ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. കൂടുതൽ ആളുകൾ എന്താ ചെയ്യുക? അത്
അതും കൂട്ടി അങ്ങോട്ട് വയ്ക്കും. ആ ഉറുമ്പല്ലേ എന്ന് കരുതും. എന്നാൽ എന്താ നല്ല സ്വഭാവം? ആ ഉറുമ്പിനെ കോരിയെടുക്കണം, സേഫ് സോണിലേക്ക് വെക്കണം, എന്നിട്ട് ഉറുമ്പിനോട് സംസാരിക്കണം, നാളെ എനിക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യണം. അത് കുറച്ചും കൂടി വലിയൊരു രീതിയാണ്. ഇപ്പൊ തൽക്കാലം നമ്മൾ മനുഷ്യന്മാർ ഹിദ്മത്തെടുക്കണം. എല്ലാവർക്കും, അത് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ ആരോ ആവട്ടെ, അവർക്ക് നമ്മൾ അവരുടെ വിഷമത്തിൽ നമ്മൾ പങ്കാളികളാണ്. എന്നിട്ട് മഹാനുകളുടെ വേറെ സ്വഭാവം എന്താ? മഹാനുകൾ നടക്കുന്ന സമയത്ത് വയസ്സന്മാരായ ആൾക്കാരുണ്ടാവും, അവരെ കൈപിടിക്കും. വയസ്സന്മാരെ സ്നേഹിക്കൽ പ്രത്യേകം സുന്നത്താണ്, നല്ല പ്രതിഫലമുള്ള കാര്യമാണ്. കാരണം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും കൂടുതൽ അല്ലാഹുവിലേക്ക് സ്ഥാനമുള്ള ഒരു വിഭാഗം പ്രായമുള്ള ആളുകളാണ്. കാരണം എന്താ? കൂടുതൽ അവർക്ക് ഇബാദത്ത് എടുക്കാൻ തൗഫീഖ് കിട്ടി എന്നുള്ളതാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരാൾക്ക് നമ്മൾ ഒരു നന്മ ചെയ്താൽ, ഒരാൾക്ക് നമ്മൾ 10 ഉറുപ്പിക കൊടുത്തു, ഒരു യാചകന് നമ്മൾ 10 ഉറുപ്പിക കൊടുത്തു, നമ്മൾ അങ്ങനെ അതൊന്ന് കൊണ്ടു നോക്കും. കോളിംഗ് ബെൽ അടിച്ചപ്പോൾ അല്ലെ, അപ്പൊ ഒരു പിരിവേരന നമുക്ക് ഉറപ്പായി. അവർക്ക് നമ്മൾ എല്ലാ കാട്ടങ്ങൾ നീക്കിയിട്ട് നോക്കും. അപ്പൊ അത് പിരിവേരനാന്ന് കണ്ടാൽ അപ്പൊ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ വരും, എന്റെ ആ മൂളലിന് പല അർത്ഥം ഉണ്ടാവും. എന്നാൽ മഹത്തുക്കളിൽപ്പെട്ടൊരു മഹാന്റെ സ്വഭാവം എന്താണെന്നറിയാം? അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു യാചകൻ ഇങ്ങനെ കടന്നു വരുന്നത് കണ്ടാൽ ഇദ്ദേഹം പറയും, മർഹബൻ മർഹബൻ, അതാ എനിക്ക് ആഖിറത്തിലേക്ക് കൂലി തരാനുള്ള ആള് വരുന്നു, സ്വാഗതം സ്വാഗതം, എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ആള് വരുന്നു, സ്വാഗതം സ്വാഗതം എന്ന് പറയുമത്രേ. ഒരാൾക്ക് നമ്മൾ ഹിദമത്ത് എടുത്താൽ 10 കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നാണ്. നമ്മുടെ സ്വന്തം കാര്യം നോക്കിയല്ല, ഒരാൾക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്തു, 10 കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഒന്നാമത്തത് അല്ലാഹുവിന്റെ ഇഷ്ടം നമ്മിലേക്ക് ലഭിച്ചു. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. രണ്ടാമത്തത് മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള മനസ്സുണ്ട് എന്നതിന്റെ തെളിവാണ് ഈ നടന്നത്. മൂന്നാമത്തത് മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു സാഹോദര്യം ഉണ്ടായി, മറ്റുള്ളവരുടെ വിഷമത്തിൽ പങ്കെടുത്തപ്പോൾ. നാലാമത്തത് മുസ്ലിമീങ്ങളുമായിട്ടുള്ള ബന്ധം ഒന്ന് ശക്തിപ്പെട്ടു. ആവശ്യക്കാരുടെ ആവശ്യങ്ങൾ വീട്ടാൻ സാധിച്ചു. മാത്രവുമല്ല മുസ്ലിമിന്റെ മനസ്സിൽ സന്തോഷത്തിന് വിട്ടുകൊടുക്കാൻ കഴിഞ്ഞു. മാത്രവുമല്ല, ആരെയാണോ നമ്മൾ സന്തോഷിപ്പിച്ചത് ആ മനുഷ്യനെ ഖിയാമത്ത് നാളിൽ സന്തോഷവാനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് സ്വർഗത്തിൽ പോകാനുള്ള ആഗ്രഹിക്കുന്ന നമ്മൾ അതിനുവേണ്ടി കാര്യമായി അധ്വാനിക്കുക. കൃത്യമായി നിസ്കരിക്കുക, നിസ്കാരം കഴിഞ്ഞ് അതിന്റെ കൃത്യമായ വൃതുകളൊക്കെ ചൊല്ലുക, ഖുർആൻ പാരായണം ചെയ്യുക, സ്വലാത്തുകൾ പതിവാക്കുക. സമയമില്ലാത്തത് കൊണ്ടാണ്. സ്വലാത്ത് ഒരു മനുഷ്യന് അല്ലാഹു തആല ഖൈർ ഉദ്ദേശിച്ചെങ്കിൽ എന്ന് തുടങ്ങുന്ന ഹദീസുകൾ കാണാം. മൻയുരിദില്ലാഹു ബിഹി ഖൈറൻ, ഒരിക്കൽ നബിതങ്ങൾ പറഞ്ഞു, ദീൻ ആലിമാക്കും. ഒരാളെ കൊണ്ട് അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചാൽ. മറ്റൊരിക്കൽ പറഞ്ഞു, അല്ലാഹുവെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചാൽ യുസബു മിൻഹു, അവന് ഒരുപാട് മുസീബത്തുകൾ ഉണ്ടാവും, പരീക്ഷണങ്ങൾ ഇങ്ങനെയാണ്, ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്. മറ്റൊരിക്കൽ പറഞ്ഞു, അല്ലാഹു ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചാൽ ആ മനുഷ്യന്റെ നാവിൽ നിന്ന് സ്വലാത്തുകൾ ഇങ്ങനെ വരും. അപ്പൊ അല്ലാഹു എന്നെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നറിയാൻ സ്വലാത്ത് നിർത്തണം ചൊല്ലി നോക്കിയാൽ മതി. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ.